ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതിയ കോഴിക്കോട് ജില്ലാ കളക്ടറായി MS മാധവിക്കുട്ടി ചുമതലയേറ്റു. തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ തകഴി സ്മാരക പുരസ്കാരവും തകഴി സേവനശ്രീ പുരസ്കാരവും സമ്മാനിച്ചു. മലബാറിന്റെ ജീവനാഡിയാകേണ്ട തുറമുഖമാണ് ബേപ്പൂർ. എന്നാൽ ആഴക്കുറവ് ഉൾപ്പെടെയുള്ള തടസ്സങ്ങളിൽ കുടുങ്ങി മുരടിച്ചു നിൽക്കുകയാണ് തുറമുഖ വികസനം. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷികത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കാനായി സദ്ഗുരു അമൃതാനന്ദമയി ദേവി മെയ് 30 വൈകിട്ട് കോഴിക്കോട്ടെത്തും. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പതാക ദിനം ആചരിച്ചു. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകൾ വിശദമായി. പുതിയ കോഴിക്കോട് ജില്ലാ കളക്ടറായി MS മാധവിക്കുട്ടി ചുമതലയേറ്റു. കൊല്ലം സ്വദേശിയായ മാധവിക്കുട്ടി 2018 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ്. സമൂഹത്തിലെ ദുർബലരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. കോഴിക്കോട് ജില്ലാ കളക്ടറായി സ്ഥാനമേറ്റെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. വനിതകൾ, കുട്ടികൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന പദ്ധതികൾക്ക് ഭരണകൂടം പ്രത്യേക ഊന്നൽ നൽകും. കാലവർഷം മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, ദേശീയപാത, മാലിന്യ സംസ്കരണം, മുഖ്യമന്ത്രിയുടെ പ്രത്യേക പരിഗണനയിലുള്ള പദ്ധതികൾ എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകും. മികച്ച ഭരണാധികാരികളുടെ മഹത്തായ പാരമ്പര്യമുള്ള ജില്ലയാണ് കോഴിക്കോട്. മുൻ ജില്ലാ കളക്ടർമാരുടെ മാതൃകാപരമായ പ്രവർത്തന ശൈലി പിന്തുടരും. അവർ നടപ്പിലാക്കിയ മികച്ച ഭരണ നടപടികളും പദ്ധതികളും മാതൃകയാക്കി ജില്ലയുടെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. കൊല്ലം സ്വദേശിനിയായ മാധവിക്കുട്ടി 2018 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥതയാണ്. പാലക്കാട് ജില്ലാ കളക്ടറായിരിക്കെയാണ് കോഴിക്കോട് കളക്ടറായി സ്ഥലം മാറ്റമാകുന്നത്. ആരോഗ്യ കുടുംബക്ഷേമ ഡെപ്യൂട്ടി സെക്രട്ടറി, ആരോഗ്യവകുപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള ഡയറക്ടർ, സൈബർ പാർക്ക് CEO എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ, തിരുവനന്തപുരം സബ് കളക്ടർ, കോഴിക്കോട് ജില്ലാ വികസന കമ്മീഷണർ എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സബ് കളക്ടർക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. കൊല്ലം TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠനം പൂർത്തിയാക്കിയ അവർ പബ്ലിക് മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് ബിരുദവും നേടിയിട്ടുണ്ട്. അച്ഛൻ സൂർദാസ് സാംസ്കാരിക വകുപ്പ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അമ്മ AK മിനി ഫുഡ് സേഫ്റ്റി ജോയിന്റ് ഡയറക്ടറായിരുന്നു. ഏക സഹോദരൻ കൃഷ്ണനുണ്ണി CSIRൽ ഉദ്യോഗസ്ഥനാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ തകഴി സ്മാരക പുരസ്കാരവും തകഴി സേവനശ്രീ പുരസ്കാരവും സമ്മാനിച്ചു. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, ഷംസുദ്ദീൻ പാലേരി എന്നിവർ ഏറ്റുവാങ്ങി. UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ തകഴി സ്മാരക പുരസ്കാരം മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് സാഹിത്യകാരൻ UK കുമാരൻ സമ്മാനിച്ചു. സാംസ്കാരിക പ്രവർത്തകന് ഫൗണ്ടേഷൻ നൽകുന്ന തകഴി സേവനശ്രീ പുരസ്കാരം ഷംസുദ്ദീൻ പാലേരിക്ക് സമ്മാനിച്ചു. തകഴി ശിവശങ്കരപിള്ളയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം UK കുമാരൻ നിർവഹിച്ചു. തകഴിയുടെ പ്രസക്തി ഇപ്പോഴുണ്ടോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളിൽ പലർക്കും ഓർമ്മക്കുറവ് സ്വാഭാവികമാണ്. പഴയ കാലത്തെക്കുറിച്ച് അങ്ങനെ ഓർമ്മിക്കുവാൻ നമ്മൾ തയ്യാറാകാറില്ല. മലയാള കഥാസാഹിത്യം കടന്നു വന്ന വഴി നേരത്തെ ശ്രീ ഗോവിന്ദവർമ്മരാജോട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൽ വളർച്ചയുടെ മുഖ്യ പങ്ക് വഹിച്ച ഒരു പ്രധാന എഴുത്തുകാരൻ തകഴി ശിവശങ്കരപിള്ളയാണ്. അതുവരെ ഉണ്ടായിരുന്ന
നമ്മുടെ കഥയിലെ ചിന്താരീതികളൊക്കെ തന്നെ മാറ്റി പുതുക്കിപ്പണിത് അത് മണ്ണിൻ്റെ ഗന്ധമുള്ള കഥയാക്കി മാറ്റുവാൻ തകഴി ശിവശങ്കരപ്പിള്ള കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ അക്കാലത്ത് ഇന്നും പലരും പറയാൻ മടിക്കുന്ന സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന ഒരു തലമുറയെ കണ്ടെത്തിക്കൊണ്ട് അവരെ സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ അക്കാലത്ത് പ്രധാന പങ്ക് വഹിച്ച ഒരു എഴുത്തുകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയാണ്. ഇ കെ ഗോവിന്ദവർമ്മരാജ അധ്യക്ഷനായിരുന്നു. കഥാകൃത്ത് PR നാഥൻ തകഴിയെ അനുസ്മരിച്ചു. തകഴി സാഹിത്യ ഗവേഷണ കേന്ദ്രം വേണു താമരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആറ്റക്കോയ പള്ളിക്കണ്ടി, KP സജിത്ത്, പ്രൊഫസർ വർഗീസ് മാത്യു, ഉസ്മാൻ ഒഞ്ചിയം, സരസ്വതി ബിജു, റഷീദ് PC പാലം, PS ശ്രീധരൻപിള്ള, ഷംസുദ്ദീൻ പാലേരി, T പ്രവീൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിന്റെ ജീവനാഡിയാകേണ്ട തുറമുഖമാണ് ബേപ്പൂർ. എന്നാൽ ആഴക്കുറവ് ഉൾപ്പെടെയുള്ള തടസ്സങ്ങളിൽ കുടുങ്ങി മുരടിച്ചു നിൽക്കുകയാണ് തുറമുഖ വികസനം. തുറമുഖം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കാത്തിരിക്കുകയാണ് മലബാർ ജനത. ആഴമില്ലായ്മയാണ് ബേപ്പൂർ തുറമുഖത്തിന്റെ പ്രധാന പ്രശ്നം. ആഴമില്ലാത്തതിനാൽ കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് എത്താനാകുന്നില്ല. 3.5 മീറ്റർ മാത്രമാണ് ബേപ്പൂർ തുറമുഖത്ത് നിലവിലെ ആഴം. 2000 ടൺ ചരക്കുകളുമായി ബാർജുകൾക്കും ഉരുക്കൾക്കും തുറമുഖത്ത് അടുക്കാം. ആഴം 5.5 മീറ്റർ ആയാൽ 4000 മുതൽ 4500 ടൺ വരെ ചരക്കുള്ള യാനങ്ങൾക്ക് അടുക്കാൻ കഴിയും. 8 മീറ്റർ ആഴമുണ്ടെങ്കിൽ 7500 ടൺ വരെ ചരക്കുമായി കപ്പലുകൾക്ക് സുരക്ഷിതമായി തുറമുഖത്തെത്താം. 8 മീറ്റർ ആകുമ്പോൾ അതിന് ആനുപാതികമായി കരുത്തുള്ള പുതിയ വാർഫും വേണ്ടിവരും. തുറമുഖത്ത് ആഴം കൂട്ടുന്നതിന് ഡ്രഡ്ജിങ്ങിനായി 2023 12 കോടി രൂപ അനുവദിക്കുകയും അക്കൊല്ലം മെയ്യിൽ ഡ്രഡ്ജിംഗ് തുടങ്ങുകയും ചെയ്തിരുന്നു. അടി പാറയാണെന്ന് കണ്ട് അക്കൊല്ലം ഒക്ടോബറിൽ ഡ്രഡ്ജിംഗ് നിർത്തി. പാറ തുറന്നുമാറ്റി 5.5 മീറ്റർ ആഴമാക്കാൻ 82.80 കോടി രൂപയുടെ പദ്ധതിയും തയ്യാറാക്കി. പാറ തുറന്നാൽ ഉണ്ടായേക്കാവുന്ന പരിസ്ഥിതി ആഘാതം സംബന്ധിച്ച് സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ സമിതിയുടെ അനുമതി ലഭ്യമായാൽ മാത്രമേ പാറ തുറന്ന് ആഴം കൂട്ടാനുള്ള പദ്ധതി പ്രാവർത്തികമാകൂ. അനുമതി ലഭിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷികത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കാനായി സദ്ഗുരു അമൃതാനന്ദമയി ദേവി മെയ് 30 വൈകിട്ട് കോഴിക്കോട്ടെത്തും. അമ്മയെ ആശ്രമ കവാടത്തിൽ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. മെയ് 31 ജൂൺ 1 വാർഷിക പരിപാടി. മെയ് 31, ജൂൺ 1 എന്നീ 2 തീയതികളിലും അമ്മയുടെ ഭക്തിഗാനസുധ, പ്രഭാഷണം, ധ്യാനം എന്നിവയുണ്ടാകും. ഉച്ചയ്ക്കും രാത്രിയിലും അമ്മയുടെ ദർശനത്തിനും സൗകര്യമൊരുക്കും. അമ്മയെ കാണാനും ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ പങ്കെടുക്കാനുമായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങൾ സംഘാടക സമിതി ഒരുക്കുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും അന്നദാനമുണ്ടാകും. 10,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലിന്റെ പണിയും അവസാന ഘട്ടത്തിലാണ്. 2 ദിവസങ്ങളിലും ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ, വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും. 31 രാവിലെ 7 മണിക്ക് രാഹുദോഷ നിവാരണ പൂജയും ജൂൺ 1 രാവിലെ 7 മണിക്ക് ശനിദോഷ നിവാരണ പൂജയും നടക്കും. മെയ് 28, 29 തീയതികളിൽ കലവറ നിറയ്ക്കൽ ചടങ്ങും നടക്കും.
31-ാം തീയതി രാവിലത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യജ്ഞശാലയിൽ ഭദ്രദീപം കൊളുത്തിക്കൊണ്ടുള്ള മാനസപൂജ അർച്ചന, ലളിതാ സഹസ്രനാമ അർച്ചനയുണ്ട്. അതിനുശേഷം രാഹു ദോഷ നിവാരണ പൂജ അത് കഴിഞ്ഞാൽ ഉണ്ടാകും. രാഹുദോഷ നിവാരണ പൂജയ്ക്ക് ശേഷം ഒരു സത്സംഗം ഉണ്ടാകും. സത്സംഗത്തിന് ശേഷം നമ്മൾ ഏകദേശം ഒരു രാവിലെ 10:30 യജ്ഞശാലയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭജനയ്ക്ക് ശേഷം ഏകദേശം ഒരു 2 മണിയോടുകൂടി അമ്മയുടെ ദർശനം ആരംഭിക്കും. ദർശനം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര മണിയാണെന്ന് പറയാൻ പറ്റില്ല. എളുപ്പക്കാലം വരെയുള്ള അമ്മ ഇത്രയും പേരെ കണ്ടിട്ടേ അമ്മ എഴുന്നേൽക്കാറുള്ളൂ. സാധാരണ വരുന്നവരെല്ലാം അമ്മ കാണാറുണ്ട്. അതിന് ടോക്കൺ സിസ്റ്റം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ടോക്കൺ സിസ്റ്റത്തിലായിരിക്കും കാണുക. അത് ഡിസ്പ്ലേ ബോർഡുണ്ട്. ആ ബോർഡിൽ അവരുടെ നമ്പർ കാണിക്കുമ്പോൾ അവരൊന്ന് കാണുകയാണ് ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി, അഡ്വക്കേറ്റ് പി കെ ശ്രീധരൻ നായർ, വേണു താമരശ്ശേരി, എം പി പ്രദീപ് കുമാർ, വിനയദാസ്, ശിവപ്രസാദ്, എൻ പി സോമൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പതാക ദിനം ആചരിച്ചു. പതാക ദിനത്തിന്റെ ഭാഗമായി വിവിധ ഏരിയ കേന്ദ്രങ്ങളിൽ ഏരിയ പ്രസിഡന്റുമാർ പതാക ഉയർത്തി. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ നടന്ന പതാക ദിനാചരണ പരിപാടിയിൽ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹംസ കന്നാട്ടിൽ സംസാരിച്ചു. 2002 പണിമുടക്ക് നടത്തി. നമുക്കറിയാം, തൊട്ടു മുമ്പ് അധികാരത്തിൽ വന്നു ശ്രീമാൻ AK ആന്റണിയുടെ ഗവൺമെന്റ്. 100 സീറ്റ് ഇന്നത്തെ പോലെ വലിയ ഭൂരിപക്ഷത്തിലാണ് വന്നത്. സിവിൽ സർവീസിനെ പരിമിതപ്പെടുത്തുന്ന എല്ലാ നിലപാടും സ്വീകരിച്ചു പോയില്ലേ? വലിയ പോരാട്ടം നടത്തേണ്ടി വന്നില്ലേ? അടിസ്ഥാന ശമ്പളം, നിയമനമില്ല, മറ്റാനുകൂല്യങ്ങളില്ല, ഒന്നുമില്ല. 32 ദിവസം പോരാട്ടം നടത്തി. ആ 32 ദിവസം പോരാട്ടം നടത്തുമ്പോൾ ചിലരൊക്കെ പറഞ്ഞു ഇതിങ്ങനെ പോയാൽ പറ്റൂല, വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. എന്തേ? അവസാനം ജീവനക്കാരുടെ ശക്തിക്ക് മുമ്പിൽ, സംഘബലത്തിന് മുമ്പിൽ അന്നത്തെ ഗവൺമെന്റിന് മുട്ടുമടക്കേണ്ടി വന്നു. പിന്നീടും നമ്മൾ ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തി. 2013 പണിമുടക്കം മറന്നു പോകരുത്. ഞാൻ ഈ 2 എണ്ണം പറയാൻ കാരണം ഈ 2 പണിമുടക്കത്തിന്റെയും ഭാഗമായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവും. എന്തിനു വേണ്ടിയാ പണിമുടക്കം നടത്തിയത്? വാർദ്ധക്യകാലത്ത് നമുക്ക് തണലാവേണ്ട പെൻഷൻ നിഷേധിച്ചു. ആ പെൻഷൻ നിഷേധിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. നമ്മൾ പണിമുടക്കം പ്രഖ്യാപിച്ചു. പണിമുടക്കം പ്രഖ്യാപിച്ച ചില സംഘടനകൾ മാറി നിന്നു. സർക്കാരിനെ വിശ്വസിക്കുന്നു, ഇത് നടപ്പിലാക്കൂലെന്നാണ് പറഞ്ഞത്. പക്ഷെ നടപ്പിലാക്കി. ജില്ലാ സെക്രട്ടറി എം ദൈത്യേന്ദ്രകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സിന്ധു രാജൻ, അനൂപ് തോമസ്, കെ രാജേഷ്, ജില്ലാ പ്രസിഡന്റ് ടി സജിത് കുമാർ, ജില്ലാ ട്രഷറർ വി സാഹിർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ PC ഷജീഷ് കുമാർ, ടി അനിൽകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് വി വിനീജ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പേജ് അഗെയിൻസ്റ്റ് ദ മെഷീൻ ഗ്ലോബൽ റീഡിംഗ് ചാലഞ്ചിൽ കോഴിക്കോട് സാഹിത്യ നഗരവും പങ്കുചേർന്നു. വൈകുന്നേരത്തെ കടൽക്കാറ്റേറ്റ് പുസ്തകം വായിക്കാൻ കൊച്ചുകുട്ടികളും മുതിർന്നവരും ബീച്ചിലേക്ക് എത്തി. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ലോകത്തു നിന്നും മാറി കുറച്ചു സമയം വായനയ്ക്കായി മാറ്റിവെക്കുക എന്ന സന്ദേശവുമായാണ് കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിന്റെ ഭാഗമായി ബീച്ചിൽ ഗ്ലോബൽ റീഡിംഗ് ചാലഞ്ച് നടത്തിയത്. കോർപ്പറേഷനും കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരവും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത മിക്കവരും വായനയ്ക്കായി പുസ്തകവും കരുതിയിരുന്നു. പുസ്തകമില്ലാതെ എത്തിയവർക്കായി കളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥാലയം 8500 രൂപയുടെ പുസ്തകങ്ങൾ സൗജന്യമായി നൽകി. മേയർ ഒ സദാശിവൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയുടെ അറകൾ എന്ന പുസ്തകമാണ് വായനയ്ക്കായി തിരഞ്ഞെടുത്തത്. അരുന്ധതി റായിയുടെ മദർ മേരി കം ടു മീ എന്ന പുസ്തകമാണ് മുൻ മേയർ ബീന ഫിലിപ്പ് വായിച്ചത്. കുട്ടി എഴുത്തുകാരി അഗ്ന യാമിയും വായനയ്ക്കായി എത്തിയിരുന്നു. പരിപാടി മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ S ജയശ്രീ അധ്യക്ഷയായിരുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന റീഡിംഗ് കോർണറുകളിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്ത കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിക്ക് വേണ്ടി NS മേരിയെയും അനീസ് ബഷീർ, ആര്യ ഗോപി, AK രമേശ്, സൽമി സത്യാർത്ഥി എന്നിവരെയും മേയർ ഒ സദാശിവൻ ഉപഹാരം നൽകി ആദരിച്ചു. KP രാമനുണ്ണി, കോർപ്പറേഷൻ സെക്രട്ടറി NK ഹരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ കവിത അരുൺ, VP മനോജ്, സുജാത കൂടത്തിങ്കൽ, സാറ ജാഫർ, കൗൺസിലർ നമ്പിടി നാരായണൻ,
എം നന്ദകുമാർ, സാഹിത്യനഗരം നോഡൽ ഓഫീസർ AK സരിത എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാലിഡോ എന്ന ചിത്ര പ്രദർശനം ആർട്ട് ഗാലറിയിൽ നടന്നു. കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈനാൻസ് വിദ്യാർത്ഥികളുടെ സൃഷ്ടികളാണ് പ്രദർശിപ്പിച്ചത്. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് വിദ്യാർത്ഥികളുടെ പ്രൊജക്ട് വർക്ക് പ്രദർശനം കാലിഡോ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നു. മേയർ ഒ സദാശിവൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസ്റ്റ് മദനനെ ചടങ്ങിൽ ആദരിച്ചു. ബാലകൃഷ്ണൻ കതിരൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഓയിൽ പെയിന്റും അക്രിലിക് പെയിന്റുകളുമായി 100-ലധികം സൃഷ്ടികളുമായി 25 അവസാന വർഷ വിദ്യാർത്ഥികളാണ് കാലിഡോ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികൾക്കായി പുതുമയാർന്ന കളക്ഷനുകൾ കോഴിക്കോട് MP റോഡിൽ ഒരുക്കി കേരള സ്റ്റേഷനറി മാർട്ട്. കുടകളുടെയും ബാഗുകളുടെയും വർണ്ണ വൈവിധ്യങ്ങളാണ് മികച്ച ഗുണനിലവാരത്തിലും വിലക്കുറവിലും സജ്ജമാക്കിയിരിക്കുന്നത്. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കാലങ്ങളായി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ചോയ്സാണ് കോഴിക്കോട് MP റോഡിലെ കേരള സ്റ്റേഷനറി മാർട്ട്. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള ബാഗുകളും കുടകളും ലഞ്ച് ബോക്സുകളും ഇവിടെയുണ്ട്. ബാഗുകളിൽ സ്കൂബി ഡേ ആണ് കുട്ടികളുടെ പ്രിയ താരം. ഇവയിൽ ബഡ്ജറ്റിനനുസരിച്ചുള്ള കളക്ഷനുകൾ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. കുടകളിൽ പോപ്പി ജോൺസ് എന്നിവയിലെ 3 ഫോൾഡ്, 5 ഫോൾഡ്, പോപ്പി നാനോ, സ്വിച്ചിട്ടാൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാവുന്ന കുടകൾ എന്നിവയും വിൽപ്പനയ്ക്കായി എത്തിച്ചു. GSTയിൽ വന്ന വ്യത്യാസം കാരണം ബാഗുകളിൽ വിലക്കുറവ് വന്നതായി ജീവനക്കാരൻ പൃഥ്വിരാജ് പറഞ്ഞു. ഈ വർഷത്തെ പ്രത്യേകത വെച്ചാൽ സ്കൂബിയുടെ ബാഗുകളും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ കമ്പനി ആയിട്ടുള്ള ബാഗുകളും മറ്റു ബാഗുകളും ഉണ്ട്. പിന്നെ GSTയിലെ വ്യത്യാസം കൊണ്ട് ചില ബാഗുകളിന് മാക്സിമം റേറ്റ് കുറഞ്ഞുണ്ട്. കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിയും ബാഗിന് റേറ്റുകൾ കുറവാണ്. കുടകളാണെങ്കിൽ പോപ്പി ജോൺസ് കമ്പനികൾ കൂടാതെ മറ്റ് താഴ്ന്ന ബ്രാൻഡിലെ കമ്പനി കുടകളും ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാ കുടകളും ഇപ്പം കിട്ടുന്നുണ്ട്. അതിലിപ്പോൾ 3 ഫോൾഡ്, 5 ഫോൾഡ്, പോപ്പി നാനോ, ലൈറ്റ് വെയ്റ്റ്, പിന്നെ ഈ ബട്ടൺ നെക്കിയിട്ട് തന്നെ കുട ഓപ്പൺ ചെയ്യുക, ബട്ടൺ നെക്കിയിട്ട് തന്നെ കുട ക്ലോസ് ചെയ്യുക, അങ്ങനത്തെ കുടകളും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വലിയ കാലം കുടലിൽ തന്നെ ഇപ്പോൾ പുതിയ മോഡൽ ദൃശ്യം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മോഡൽ കുട, അത് റെയിൻബോ കളർ, പല സൈഡിൽ നിന്നും പല കളറായിട്ട് തോന്നുന്ന ഒരു റെയിൻബോ കുടകൾ ഇറങ്ങിയിട്ടുണ്ട്. പുറത്ത് പ്ലാസ്റ്റിക്കും ഉള്ളിൽ സ്റ്റീലും വരുന്ന ലഞ്ച് ബോക്സുകളുണ്ട്, എയർ ടൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫുൾ സ്റ്റീൽ പ്ലാസ്റ്റിക്കുകളാണ് ഇപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ ചോദിക്കുന്നത്. ക്വാളിറ്റി പ്ലാസ്റ്റിക്കുകൾ വലിയ വിലക്കുറവിലും ഷോപ്പിൽ ലഭ്യമാണ്. ലഞ്ച് ബോക്സുകളിലും വാട്ടർ ബോട്ടിലുകളിലും ഗുണനിലവാരം കൂടിയ ടപ്പർവെയറാണ് താരം. പൊട്ടിയാലോ നിറം മങ്ങിയാലോ ഇവ കടയിൽ തന്നെ തിരിച്ചെടുക്കുമെന്നതാണ് പ്രത്യേകത. അത്രത്തോളം ഗ്യാരണ്ടിയാണ് ടപ്പർവെയറിന്. എല്ലാത്തരം ബ്രാൻഡഡ് മോഡലുകളും ബ്രാൻഡഡ് അല്ലാത്ത മോഡലുകളും കേരള സ്റ്റേഷനറി മാർട്ടിലുണ്ട്.
രക്ഷിതാക്കളുടെ ബഡ്ജറ്റിനനുസരിച്ച് മികച്ച ഗുണനിലവാരമുള്ള സാധനങ്ങൾ കേരള സ്റ്റേഷനറി മാർട്ടിൽ നിന്നും സ്വന്തമാക്കാം. കുട്ടികൾക്കുള്ളത് മാത്രമല്ല, മുതിർന്നവർക്കുള്ള കുടകളും മികച്ച കളക്ഷനുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ടിഫിൻ ബോക്സുകൾ, റെയിൻകോട്ടുകൾ, പെൻസിൽ ബോക്സുകൾ, ഇൻസ്ട്രുമെന്റ് ബോക്സുകൾ എന്നിവയും കേരള സ്റ്റേഷനറി മാർട്ടിൽ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കേരള സ്റ്റേഷനറി മാർട്ട് മാനേജിംഗ് പാർട്ണർ KP ജഗദീഷിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. വിശ്വസ്തരായ ജീവനക്കാരും ഉപഭോക്താക്കളുമാണ് കേരള സ്റ്റേഷനറി മാർട്ടിന്റെ നിലനിൽപ്പിനാധാരം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയ കോഴിക്കോട് ജില്ലാ കലക്ടറായി MS മാധവിക്കുട്ടി ചുമതലയേറ്റു. തകഴി മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ തകഴി സ്മാരക പുരസ്കാരവും തകഴി സേവനശ്രീ പുരസ്കാരവും സമ്മാനിച്ചു. മലബാറിന്റെ ജീവനാഡിയാകേണ്ട തുറമുഖമാണ് ബേപ്പൂർ. എന്നാൽ ആഴക്കുറവ് ഉൾപ്പെടെയുള്ള തടസ്സങ്ങളിൽ കുടുങ്ങി മുരടിച്ചു നിൽക്കുകയാണ് തുറമുഖ വികസനം. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷികത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കാനായി സദ്ഗുരു അമൃതാനന്ദമയി ദേവി മെയ് 30 വൈകിട്ട് കോഴിക്കോട്ടെത്തും. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പതാക ദിനം ആചരിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.